നല്ലതായിരുന്നു, നല്ല പടമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഗംഭീര പടമായിരുന്നു. എനിക്ക് കിഷ്കിന്ധാനത്തിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഉണ്ട്. ആ ത്രില്ല് അവസാനം വരെ അവർ നല്ലോണം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു. ഉണ്ട്. അതൊക്കെ സന്ദീപ് പെർഫോമൻസ് വൈസ് എല്ലാവരും ഭയങ്കര രസമായിരുന്നു. നരേഞ്ച് ചേട്ടനും വിനീതേട്ടനും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണണം. ഭയങ്കര രസമുള്ള പടമായിരുന്നു. അതെനിക്കറിയത്തില്ല. എനിക്ക് കിഷ്കിന്ധാനത്തിനെക്കാളും ഇഷ്ടപ്പെട്ടു. നൈസ് ക്രാഫ്റ്റ്, നല്ല രസമുള്ളൊരു ക്രാഫ്റ്റ്. ബാഹുലിന്റെ നല്ല റൈറ്റിംഗ്. കിഷ്കിന്ധാനം പോലെ തന്നെ ഒരു കൾട്ട് പരിപാടിയാവും. ഭയങ്കര രസമുള്ളൊരു ഉറപ്പായിട്ടും ഒരു ക്ലാസിക്കായിട്ട് വിലയിരുത്തപ്പെടട്ടെ. അങ്ങനെ മോളിൽ പോയൊന്നും പറയാറില്ല. എല്ലാം നൈസ് മൂവി. നല്ല പടം. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ ഇത്രയും വ്യത്യസ്തമായിട്ടൊരു സിനിമ ഒരുപാട്. കിഷ്കിന്ധാകാന്ഡം പ്രൂവ്ഡ് ഡയറക്ടർ ആണെങ്കിൽ പോലും ഇത് അതുക്കും മേലെ കാണും എന്തായാലും. നന്നായിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. യെസ്, അതിനേക്കാളും ഗ്രിപ്പിംഗ് ആണ്, ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. രണ്ടും ഗ്രേറ്റ് ഫിലിംസ് ആണ് അവർ അടുപ്പിച്ച് ചെയ്തത്. താങ്ക് യു. Amazing experience. Yeah. Malayalam. How is the experience in thriller? Amazing experience, and beautifully shot, different thriller, very layered performances, and beautiful story. I think needs a lot of brain to understand it also. Thank you. അടിപൊളി ബ്രില്യൻ മൂവിയാണ്. ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് എന്ന് പറയാം. ഡയറക്ടറുടെ സൈഡിൽ നിന്നാണെങ്കിലും സിനിമാറ്റോഗ്രാഫർ റൈറ്റർ ബാഹുലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ കാസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പിന്നെ എസ്പെഷ്യലി ആ പ്രൊഡക്ഷൻ ഹൗസ് ആ പ്രൊഡ്യൂസർക്കും ഒരു ബിഗ് ക്ലാപ്പ് ആൾ അർഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തിയേറ്ററിക്കൽ മൂവീസിന് മാത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നല്ലൊരു കൺസെപ്റ്റ് ഇങ്ങനൊരു സിനിമ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്തെടുത്ത് ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ എഫേർട്ടും അവരെടുത്തിട്ടുള്ളൂ. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. കൾട്ട് ലൈക്ക് മലയാളത്തിൽ ഇങ്ങനെ ആരും അറ്റംപ്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. കൾട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ആ ഒരു വേർഡ് പറയണമെന്ന്. പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രി ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു അറ്റംപ്റ്റ് ചെയ്യാൻ എല്ലാവരും ഒന്ന് മടിക്കും. അതാ എനിക്കതിൽ കൂടുതൽ പറയുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. മുജീബിൻ്റെ സന്ദീപ് ലൈക്ക് ബ്രില്യൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, നമ്മൾ പടക്കളത്തിൽ കണ്ടു, അങ്ങനെ പല സിനിമകളിലും കണ്ടു. ഇനി ഈ ഒരു സിനിമയായിരിക്കും സന്ദീപിൻ്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാനായിട്ട്. നല്ല പടമാണ്, ഉഗ്രം പടമാണ്. എൻഗേജിങ് ആണ്, ടോട്ടലി എൻഗേജിങ് ആണ്. എല്ലാവരും കാണേണ്ട പടമാണ്. എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റിൻ്റെ അകത്ത് നമുക്ക് സിനിമയുടെ സ്പീഡിനൊപ്പം തന്നെ, അതായത് അതേ സ്പീഡിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളൊരിക്കലും മുന്നോട്ടും കയറി പോകത്തില്ല, സിനിമ മുന്നോട്ട് ഓടിപ്പോകത്തില്ല. അത്ര ഉഗ്രം മൂവിയാണ്. കാണണം, എല്ലാവരും കാണണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മണിരത്നം മൂവി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ആക്ടിംഗ് വൈസ് ഒക്കെ എല്ലാവരും ഒന്നും പറയാനില്ല. സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നില്ല, ജീവിക്കുന്നേ ഉള്ളൂ എല്ലാവരും. മലയാള സിനിമയ്ക്ക് ബെഞ്ച് മാർക്ക് തന്നെയാണ്, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. ഇതൊരു പുതിയ ട്രെൻഡാവട്ടെ, പരീക്ഷണമാവട്ടെ. താങ്ക് യു.